കടക്ക് പുറത്ത് കേരളം മറക്കാത്ത ആക്രോശമാണിത്. പക്ഷേ ഇന്ന് ആ ആക്രോശത്തിന് പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ, അത് ഭയമാണ്. അതെ, ചോദ്യങ്ങളെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈരളി ചോദിച്ചാൽ മറുപടിയുണ്ട്, ദേശാഭിമാനി ചോദിച്ചാൽ ചിരിയുണ്ട്. എന്നാൽ ജനകീയമായ ചോദ്യങ്ങൾ ഉയരുമ്പോൾ മാത്രം, അഴിമതിയുടെ കറ പുരണ്ട ഫയലുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ എന്തിനാണ് ഇത്ര വിറയ്ക്കുന്നത്? എന്തിനാണ് ക്യാമറകൾക്ക് മുന്നിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നത്? കേരള രാഷ്ട്രീയത്തിൽ ഇത് നമ്മൾ കാണുന്നത് ജനാധിപത്യത്തിന്റെ കറുത്ത നാളുകളാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ വികസന നായകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് 3 ചോദ്യങ്ങളെപ്പോലും നേരിടാൻ ഭയമാണ്. കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിൽ നടന്നത് കേവലം ഒരു തർക്കമല്ല, അതൊരു ഭരണാധികാരിയുടെ പതനത്തിന്റെ തുടക്കമാണ്. ചോദ്യങ്ങളെ ഭയന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് നാണമില്ലേ മുഖ്യമന്ത്രി? 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് കീറിപ്പറഞ്ഞു കിടക്കുമ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകരെ സൂക്കേടുള്ളവർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ ഇരട്ടത്താപ്പും മാധ്യമങ്ങളെ വരുതിയിലാക്കാൻ നടത്തുന്ന നാടകങ്ങളുമാണ്. കൊല്ലത്തെ വാർത്താ സമ്മേളനം ശരിക്കും ഒരു വഴിത്തിരിവായിരുന്നു. മുഖ്യമന്ത്രി തന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുകയായിരുന്നു. സാധാരണഗതിയിൽ വാർത്താ സമ്മേളനം എന്നാൽ ചോദ്യോത്തര വേളയാണ്. എന്നാൽ പിണറായിയുടെ വാർത്താ സമ്മേളനത്തിൽ അത് ഉത്തരവേള മാത്രമായിരിക്കും. ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദമുള്ളത് പാർട്ടി മുഖപത്രങ്ങൾക്കും ചാനലുകൾക്കും മാത്രമാണ്. ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിൽ നിന്നും മാത്രം 7 പേരാണ് അന്ന് എത്തിയത്. ഒരാൾ ചോദിക്കുന്നു, മുഖ്യമന്ത്രി മുൻകൂട്ടി തയ്യാറാക്കിയ മറുപടി നൽകുന്നു. ഇത് കണ്ട് സഹികെട്ടാണ് മറ്റു മാധ്യമ പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ഇത് മോശമാണ് CMA. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പോരാ എന്നവർ വിളിച്ചു പറഞ്ഞു. അവിടെയാണ് നമ്മൾ കണ്ടത് ആ ഇരട്ടച്ചങ്കൻ പതറുന്നത്. ചോദ്യം ചോദിച്ചവരോട് കയർത്ത് സംസാരിച്ച് കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഒളിച്ചോടാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയെ മാധ്യമ പ്രവർത്തകർ അങ്ങ് വളഞ്ഞു. ഒടുവിൽ ഗതികെട്ട് തിരികെ വന്നിരിക്കേണ്ടി വന്നു. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരെന്നും സമയം കഴിഞ്ഞെന്നും പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം: നിങ്ങൾ എന്തിനെയാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി ഓടിയത്? അതിന് പിന്നിൽ ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് SDPI CPI ഡീൽ ആരോപണമാണ്. കേരളത്തിന്റെ മതേതര മനസ്സിനെ ഞെട്ടിച്ച വാർത്തയാണിത്. വോട്ട് ബാങ്കിന് വേണ്ടി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി CPM രഹസ്യധാരണയുണ്ടാക്കുന്നു. ഈ കൃത്യമായ ആരോപണത്തിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഉരുണ്ടു കളിച്ചു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇയാൾക്ക് എന്തോ സൂക്കേടുണ്ട് എന്നാണ്. നോക്കൂ, ഒരു ഭരണാധികാരിയുടെ മറുപടി ഇങ്ങനെയാവണമോ? ചോദ്യം ചോദിക്കുന്നവന്റെ മാനസിക നില പരിശോധിക്കലല്ല നിങ്ങളുടെ ജോലി, മറിച്ച് ചോദിക്കുന്ന കാര്യത്തിന് വ്യക്തമായി ഉത്തരം നൽകലാണ്. ഈ സൂക്കേട് പരാമർശം പിണറായിയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ തെളിവാണ്. മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് 10 വർഷത്തെ വികസന നേട്ടങ്ങളെ കുറിച്ചാണ്. എന്നാൽ ആ റിപ്പോർട്ട് കാർഡിലെ ഓരോ വരിയിലും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കറകളുണ്ട്. ലൈഫ് മിഷൻ അഴിമതി, പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ കൊണ്ടുവന്ന പദ്ധതിയിൽ നിന്നും കോടികൾ കമ്മീഷൻ അടിച്ചവർ ഇന്ന് മാധ്യമങ്ങളെ ഭയക്കുകയാണ്. പിന്നെ പിൻവാതിൽ നിയമനങ്ങൾ, പാർട്ടിക്കാരെയും അവരുടെ ബന്ധുക്കളെയും തിരികെ കയറ്റി കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച സർക്കാരാണിത്. പിന്നെ സാമ്പത്തിക തകർച്ച പറയുകയേ വേണ്ടല്ലോ. കേരളം ഇന്ന് കടക്കിണിയിലാണ്. ശമ്പളം നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ച മുഖ്യമന്ത്രി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമല്ലേ? ഈ റിപ്പോർട്ട് കാർഡിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് സമയമില്ല എന്ന് തോന്നുന്നു. വിദേശ യാത്രകൾക്കും ആഡംബരങ്ങൾക്കും സമയമുണ്ട്. പക്ഷെ ജനകീയ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം മൗനത്തിലാണ്. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് ഇത്തരം ഭരണാധികാരികളിൽ നിന്നാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയെ കണ്ട് പഠിക്കട്ടെ ഇവരൊക്കെ. അദ്ദേഹത്തിനെ പോലെ ജനകീയനായ ഒരു പ്രധാനമന്ത്രിയുള്ള നാട്ടിലാണ് ഇതുപോലൊരു മുഖ്യമന്ത്രി. പിണറായി വിജയൻ ചെയ്യുന്നത് എന്തായാലും ഭീകരമാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു, പക്ഷെ തനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം സംസാരിക്കാൻ അനുവദിക്കുന്നു. ഇത് വഞ്ചനയാണ്. നമ്മുടെ ഭരണഘടന നൽകുന്ന പത്രസ്വാതന്ത്ര്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ കശാപ്പ് ചെയ്യുന്നു. പാർട്ടി ചാനലുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ ശത്രുക്കളായി കാണുകയും ചെയ്യുന്ന ഈ ശൈലി ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ജനങ്ങളെ നയിക്കാനായി സാധിക്കുക? നേമത്തെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒരേപോലെ സംവാദ വെല്ലുവിളി നടത്തുന്നുണ്ട്. വരൂ, നമുക്ക് സംവദിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ സംവാദത്തിന് തയ്യാറായി വരുന്ന മാധ്യമ പ്രവർത്തകരോട് ഇവർ പെരുമാറുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ ചർച്ച നടക്കുകയാണ്. സംവാദം വേണമെന്ന് പറയുന്നവർ എന്തിനാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. വികസന നേട്ടങ്ങളെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്നവർക്ക് ആ വികസനത്തിലെ പാളിച്ചകളെ കുറിച്ച് മിണ്ടാൻ പേടിയാണ്. ഈ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ കാലത്ത് എത്ര മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് എന്ന് പരിശോധിക്കണം. സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരെ പോലും പോലീസ് നടപടിയെടുക്കുന്നു.
ഇതെന്താണ്? ഇത് വല്ല സ്വേച്ഛാധിപതിയുടെ നാടാണോ? ഏകാധിപത്യമാണോ ഇവിടെ? ഇത് ജനാധിപത്യമല്ല, ഇത് സ്റ്റാലിനിസ്റ്റ് ഭരണമാണ്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഏകാധിപതിയെ പോലെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. തനിക്ക് കീഴിലുള്ളവർ മാത്രം സംസാരിച്ചാൽ മതി എന്ന വാശി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര തവണയാണ് അദ്ദേഹം തുറന്ന ഒരു പത്രസമ്മേളനം നടത്തിയത്? എത്ര തവണയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖാമുഖം ഇരുന്ന് മറുപടി നൽകിയത്? തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ. വികസന ചർച്ചകൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഈ മാധ്യമവിരുദ്ധ സമീപനവും പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. എല്ലാ ദിവസവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന്റെ ആരാധകരുടെ വാദമാണ്. എന്നാൽ ആ കൂടിക്കാഴ്ചകൾ വെറും പ്രഹസനമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള നാടകങ്ങളാണ് അവിടെ നടക്കുന്നത്. നാളെയും അദ്ദേഹം എത്തും, നാളെയും അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പക്ഷെ നാളെ അദ്ദേഹം എന്ത് പറയുമെന്ന് നിർണായകമാണ്. ഇതുപോലെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ നമുക്കുള്ളത്? നമ്മൾ കണ്ടത് ഒരു മുഖ്യമന്ത്രിയുടെ പതറുന്ന മുഖമാണ്. ചോദ്യങ്ങളെ ഭയക്കുന്നവൻ ഒരിക്കലും ഒരു യഥാർത്ഥ നായകനാവില്ല. ചോദ്യം ചോദിക്കുന്നവനെ ആക്ഷേപിക്കുന്നതാണോ മഹത്തായ സംസ്കാരം? പാർട്ടി ചാനലുകളെ മാത്രം മുൻഗണന നൽകുന്നത് ജനാധിപത്യമാണോ? വികസനത്തിന്റെ പേരിൽ അഴിമതി മൂടിവെക്കാൻ നോക്കുന്നത് എത്ര കാലം വിജയിക്കും? പിണറായി വിജയൻ അറിയാൻ, കേരളം നിങ്ങളുടെ തറവാടല്ല. ഇവിടെ ചോദിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അത് കേൾക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ ആ കസേര വിട്ടൊഴിയൂ. നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത് കൊല്ലത്തെ ഒരു വാർത്താ സമ്മേളനത്തെ കുറിച്ച് മാത്രമല്ല. അതൊരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പതർച്ചയും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അധികാരം ഒരാളെ എത്രത്തോളം അന്ധനാക്കും എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മാധ്യമങ്ങളെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇതൊരു നിസ്സാര ചോദ്യമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ജനകീയ അടിത്തറയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് എന്തിനാണ് വിറയ്ക്കുന്ന ശബ്ദത്തോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കേണ്ടി വരുന്നത്? ഉത്തരം വളരെ 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 ലളിതമാണ്. അഴിമതിയുടെയും അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും ഒരു വലിയ കോട്ടയ്ക്കുള്ളിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ കോട്ടയുടെ ഓരോ ഇഷ്ടികയും ചോദ്യങ്ങൾ കൊണ്ട് തകർക്കപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ മാധ്യമങ്ങൾക്ക് 4ാം തൂണെന്നൊരു പദവിയുണ്ട്. നിയമനിർമ്മാണ സഭയും ഭരണനിർവഹണ വിഭാഗവും നീതിന്യായ വ്യവസ്ഥയും പരാജയപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഏക പ്രതീക്ഷ നൽകേണ്ടത് മാധ്യമങ്ങളാണ്. എന്നാൽ കേരളത്തിൽ ഇന്ന് നടക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിക്ക് സ്തുതി പാടുന്നവർക്ക് മാത്രം മൈക്ക് നൽകുന്നു. ദേശാഭിമാനിയും കൈരളിയും ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ തോന്നും അവരും മുഖ്യമന്ത്രിയും ചേർന്ന് തലേ ദിവസം രാത്രി ഇരുന്ന് തയ്യാറാക്കിയ തിരക്കഥയാണിതെല്ലാം എന്ന്. ഇതിനെയാണോ നിങ്ങൾ പത്രസ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കടക്കുപുറത്ത് എന്നതിൽ നിന്ന് ഇയാൾക്ക് എന്ത് സൂക്കേടാണ് എന്നതിലേക്ക് എത്തുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമ പ്രവർത്തകരോട് കടക്കുപുറത്ത് എന്ന് ആക്രോശിച്ച പിണറായി വിജയനെ നമ്മൾ കണ്ടു. അന്ന് പലരും വിചാരിച്ചു അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണെന്ന്. എന്നാൽ അതൊരു ശൈലിയേ അല്ല, അങ്ങനെ കരുതരുത്. അതൊരു രോഗമാണ്, അസഹിഷ്ണുത എന്ന മാരക രോഗം. ഇന്നത് ഇയാൾക്ക് എന്തോ സൂക്കേടുണ്ട് എന്ന പരിഹാസമായി മാറിയിരിക്കുന്നു. SDPIയുമായുള്ള CPM ഡീലിനെ കുറിച്ച് ചോദിച്ചാൽ അത് സൂക്കേടാണോ മുഖ്യമന്ത്രി, അതോ ആ ഡീൽ പുറത്തു വരുമെന്ന ഭയമാണോ താങ്കൾക്ക് എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. എങ്കിൽ മാത്രമേ അർഹതപ്പെട്ട ഒരു ഉത്തരം ലഭിക്കുള്ളൂ. അതല്ല, ചിലപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ വായിൽ തോന്നിയത് ഇതിലും വലുതും വിളിച്ചു പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ശൈലിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.